ആലപ്പുഴ BCCയുടെ ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കാനുണ്ടായിരുന്നു. YMCAയുടെ ചടങ്ങ്. അതിൻ്റെ അകത്ത് ആ ചടങ്ങിൽ പോയത് കൊണ്ടാണ് ഏറെ വൈകിട്ടൊന്നുമില്ല. അദ്ദേഹം ടൈം വന്നിരിക്കുക കുറച്ച് 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പുള്ളി വരികയും ചെയ്തിരുന്നു. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങളിതൊന്ന് കെട്ടിപ്പൊക്കി കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കരുത്. ഞാൻ ഒരു കാര്യം പറയാം, ഐ ആം വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്. എവിടെയും എന്തിലും ഞാൻ ആരെ മുമ്പിലും ഞാൻ വളരെ നേരെ ചൊവ്വ എന്ന് പറയുന്ന ഒരാളാണ്. എനിക്ക് ഇതിനകത്തൊന്നും കുശുമ്പുമില്ല, എനിക്ക് എന്താ പറയുക വളഞ്ഞ ബുദ്ധിയുമില്ല. അവിടെ നേരെ ചൊവ്വയെ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്കും എന്നോട് നേരെ ചൊവ്വയെ പറയാം. നിങ്ങൾ ഇങ്ങനെയൊരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല, യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഇപ്പോൾ കുറേയായിട്ട്. ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ. എന്നോടൊപ്പം ഒരുപക്ഷെ എന്നേക്കാളേറെ ഈ സമര ജാഥക്ക് അദ്ദേഹമാണ് മുൻകൈയെടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതും. അവിടെ എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാളെ സതീശനെ ഒന്നും നമുക്ക് തള്ളിപ്പറയാനോ മോശമാക്കാനൊന്നും ജീവിതത്തിൽ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് സതീശനും ഞാനും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്നത് ചോദിക്കാനുണ്ടോ? അല്ല, ഇന്ന് രാവിലെ ഉണ്ടായത് നിങ്ങൾ തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിന്റെ പ്രശ്നമാണോ? എന്താണ്? ഒന്നുമല്ല, ആശയവിനിമയമൊന്നുമില്ല. നമ്മളിന്നെന്താ ആശയവിനിമയം നടത്തിയെന്ന് ഞാൻ വന്നിരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടൊരു വാക്ക് പറഞ്ഞത്. മാധ്യമങ്ങളോട് നമ്മൾ മര്യാദ കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. 11 ജില്ലകളിൽ ഒരു പ്രശ്നമുണ്ടാവില്ല. ഇപ്പൊ ഈ ശരിക്കും ആലപ്പുഴയിൽ എത്തിയപ്പോൾ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കാൻ നിങ്ങളാണ് ഉണ്ടാക്കിയത്. പ്രസ് മീഡിയ പേഴ്സൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ എന്നോട് അപ്പോളജി ചെയ്യണം. ഞാൻ പറഞ്ഞതൊന്നുമല്ല നിങ്ങൾ എഴുതിയത്. നിങ്ങൾ പറഞ്ഞത് തെളിവ് എന്റെ അടുക്കുണ്ട്. എന്നോട് കയ്യിലും തെളിവുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ഇപ്പൊ സംസാരിച്ചിട്ടേ അദ്ദേഹം ഭക്ഷണം കഴിച്ചു. ഇപ്പൊ ഒരു ഭീഷണി ആരോടും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ സമരം, നമ്മുടെ ഈ ജാഥ ഒരു വൻ വിജയമാക്കി മാറ്റണമെന്ന ആഗ്രഹത്തിലാണ് അദ്ദേഹം. ഈ സംഭവത്തെ ചൊല്ലി AICCയുടെ ഇടപെടൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? AICC രാഹുൽ ഗാന്ധിയാ? ഇല്ലല്ലോ. KC വേണേൽ പോയല്ലോ. രാവിലെ പിന്നെ അദ്ദേഹം പോയില്ലേ? നടത്തത്തിൽ ഓട്ടത്തില്ല. ചുമ്മാ വേറെ ഒന്നുമില്ല. നിങ്ങൾ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം പൊട്ടിക്കണം. നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചല്ലേ മാധ്യമങ്ങളെ കാണേണ്ടത്? അല്ലല്ല, ഇതിപ്പോ നിങ്ങൾ എന്റെ പേരിലല്ലേ പറഞ്ഞിരിക്കണത്. അത് ഞാനല്ലേ ബ്രേക്ക് ചെയ്യേണ്ടത്. അതിനെന്തിരിക്കുന്നു? അതെങ്ങനെ കാണും? സതീശൻ കാണും. വാർത്താ സമ്മേളനത്തിൽ ഇല്ല ഞാൻ വേണുവിനെ കണ്ടിട്ടില്ല. രാവിലെ വേണുവിനെ കണ്ടിട്ടില്ല. ഫോണിൽ സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞു